ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആഞ്ജനേയന്റെ താഴെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂടാണ്. ഞങ്ങൾ ഇതുവഴി കൊല്ലത്തേക്ക് പാസ് ചെയ്ത് പോകുന്ന സമയങ്ങളിൽ പലപ്പോഴായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു വയൽ ഭാഗത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് നിറയെ ഫ്ലോട്ടുകളുള്ള ഒരു ഏരിയ. നിറയെ ഫ്ലോട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഓഫ് ഫ്ലോട്ട്സ്. ശരിക്കും ഉത്സവ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ് ഇവിടെ. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളറിലുള്ള നല്ല വർണ്ണാഭമായ ഫ്ലോട്ടുകളുടെ വലിയൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഫ്ലോട്ടുകളുടെയൊക്കെ ഒരു എന്താ പറയുക വിഷ്വൽസ് ഒക്കെ നോക്കാനായിട്ട് വന്നതാണ്. അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോട്ടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവ സീസൺ വരെയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സാനുചേട്ടനാണ്. സാനുചേട്ടൻ നല്ല തിരക്കിലായിരുന്നു. നമുക്കറിയാം ഉത്സവ സീസണൊക്കെ വരികയാണ്. അപ്പോൾ ഏതായാലും എവിടം വരെ ഇതിന്റെ പണികളൊക്കെ എവിടം വരെ നടക്കുകയാണല്ലേ? പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് പണികളുണ്ട്. ചേട്ടാ എത്ര വർഷമായി നമ്മുടെ ഈ ഒരു പ്ലോട്ട് നിർമ്മാണം? 32 വർഷമായി. 32? വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. 15 വയസ്സിൽ തുടങ്ങിയതാണ്. ഓക്കെ ഓക്കെ. ഇപ്പം 32 വർഷമായി. അപ്പൊ ഈ 15 വയസ്സിൽ ഇത് തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ആദ്യത്തെ പ്ലോട്ടുകൾ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നമ്മള് വാഴക്കരിയിലോണ്ട് കിട്ടി എടുത്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഫൈബർ അല്ലേ ഫൈബർ ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഓക്കെ. നമുക്കറിയാം ഫ്ലോട്ട് ആദ്യകാലങ്ങളുണ്ടായ ഫ്ലോട്ടിനെക്കാളും ഒക്കെ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? എല്ലാം ചലന രീതിയിൽ നമ്മൾ ആദ്യം പ്ലാസ്റ്റർ പാരീസിന് ചെയ്തിട്ട് അതിന്റെ മേളിൽ ഫൈബർ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ചലന രീതി വ്യത്യാസം വന്ന് ആംഗ്ലേറും കമ്പി അത് വെച്ചാ ഇപ്പൊ ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ തടിയുണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നിർമ്മാണ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമ്മൾ വലിയ ഫ്ലോട്ടൊക്കെ ഒരു 40 ചെയ്യുമ്പോൾ ഒരു 6-7 ലക്ഷം രൂപ വിലയാവും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാ. ഇവിടെ ഇപ്പം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്റെ കൈയും എല്ലാം ജനക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഞാനാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും വേറുള്ള അതായത് നമുക്ക് ഈ ക്ലബ്ബ് ബേസിലാണോ അതോ എങ്ങനെയാണ് ഇതിന്റെ നിങ്ങൾക്ക് കോൾ വരുന്നത്? ഉത്സവത്തിൽ നേരിട്ട് വിളിക്കുക? നേരിട്ട് വിളിക്കുക. ഇത്ര വർഷമായില്ല, അതുകൊണ്ട് എല്ലാവരും നേരിട്ട് വന്ന് വിളിക്കുന്നത്. നമ്മുടെ കൊല്ലത്താണെന്ന് തോന്നുന്നു ഏറ്റവും അധികം ഫ്ലോട്ടുകളുള്ള സ്ഥലം അല്ലേ? ഇതിനു മുമ്പ് എന്ന് പറയുമ്പം കൊല്ലത്തെ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും ആയിപ്പോയി. അപ്പൊ അങ്ങ് ദൂരെ നമ്മൾ ഹൈദരാബാദ്, ആന്ധ്ര, ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ ഒരുപാട് ഉത്സവങ്ങൾ. ഡൽഹി. അപ്പൊ നമ്മൾ ഇവിടുന്ന് വിളിക്കാറുണ്ടോ? അവിടുന്ന് വിളിക്കും. നേരിട്ട് പോയാൽ അങ്ങോട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ അവര് ഓക്കെ. ആന്ധ്രയിലും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഫ്ലോട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഉത്സവങ്ങളിലേക്ക് പോലും കൊണ്ടുപോകുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ചേട്ടാ? ഡൽഹിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ട്രാവൽ ഇങ്ങനെ ഈ വണ്ടി തന്നെ മൂവ് ചെയ്ത് പോകണം. ഓക്കെ ഓക്കെ. ശരി ശരി. അതൊക്കെ നാപ്പാടി മേളിൽ നിന്ന് ഡാൻസ് ചെയ്യും. ഇപ്പം പുതിയത് അവിടെ മഹാവിഷ്ണുവിന്റെ ചെയ്തോണ്ടിരിക്കുന്നത് നാപ്പാടി മേളിൽ നിന്ന് ഡാൻസ് ചെയ്യും. ഇങ്ങനെ കണക്കുള്ള പരിപാടികളൊക്കെ ഇപ്പൊ പുതിയത് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ വർഷം കഴിയുന്നതോറും പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ കാര്യങ്ങളാണ് ഇവര് എന്താ പറയാ ഫ്ലോട്ട് നിർമ്മാണ മേഖലയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നാഗങ്ങൾ 2 പുറത്തോട്ട് വരും. അങ്ങനെയൊക്കെയുള്ള പുതിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഈ വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ ആരാണ് ഇതിന്റെ ചെയ്തു കൊടുക്കും. അപ്പൊ ഇതിന്റെ മിനുക്കുപണികളിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. പോളിഷ് ചെയ്തോണ്ടിരിക്കുക അല്ലേ? എവിടെ സ്ഥലം? അഞ്ചാലുമൂട് അല്ലേ? എത്ര ദിവസമായി പണികളൊക്കെ തുടങ്ങിയിട്ട്? ഓക്കെ. ഇപ്പൊ സീസൺ ആകുമ്പോൾ നല്ല ബിസി വർക്ക് ആണല്ലേ? ഇവിടെ എന്റെ കൂടെ ഉത്സവ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ വന്ന ഒരു ചേട്ടനാണുള്ളത്. ചേട്ടാ എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലം പരവൂരിന്ന് അല്ലേ? ഓക്കെ. ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ബുക്ക് ചെയ്യുന്നത്? ഞാൻ 6-7 വർഷം കൊണ്ട് സ്വാനിച്ചേട്ടന്റെ ഫ്ലോട്ടിലാണ് ബുക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കണ്ടായിരുന്നു. അത് പണി പൂർത്തിയായി ഇതായിരുന്നല്ലേ? എന്നിട്ട് ചേട്ടാ സമയമായപ്പോ അത് എങ്ങനെയെങ്കിലും റെഡിയാക്കി നമുക്ക് ഭംഗിയാക്കി തന്നു. ചേട്ടാ അവിടുത്തെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ എല്ലാം ക്ലബ്ബുണ്ട്, കലാദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഓരോ ഫ്ലോട്ട് ഇവിടെ നിന്ന് 1-2 ഫ്ലോട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ശരി. ഇപ്പൊ ഉത്സവം വരെയാണ് അവിടെ? അവിടെ ഈ 31-ാം തീയതി ജനുവരി 30-ാം തീയതി ഉത്സവം. കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. 6-7 വർഷം കൊണ്ട് സാനിച്ചേട്ടന്റെ ഫ്ലോട്ടുകളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നല്ല ഫ്ലോട്ടാണ്, ഹൈറ്റ് ഉള്ള ഫ്ലോട്ടാണ്. നല്ല മറ്റേ എന്റെ വർക്കിംഗ് ഒക്കെ ഓരോ വർഷം നല്ല വെറൈറ്റി വരുന്നുണ്ട്. ഹൈഡ്രോളിക്കിന്റെ പരിപാടിയുള്ള ഒരു പരിപാടി ഉള്ളത്.
അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം എന്തായാലും ഉത്സവത്തിന്റെ സീസണാണ്. ഉത്സവത്തിന്റെ ബഹളങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ അല്പസമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. നമുക്ക് ഏതായാലും വരാനിരിക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമായ ഫ്ലോട്ടുകളുടെ ഒരു വലിയ വർണ്ണക്കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബിലു അനിസൻ, കേരള ടുഡേ.